രചന ഗംഗോത്രി. ഭാഗം 76. രണ്ടുപേരും കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നിട്ട് പോകാനായി എഴുന്നേറ്റു. പെട്ടെന്ന് പരസ്പരം ഒരുപാട് അടുത്തതുപോലെ അവർക്ക് തോന്നി. ഞാൻ ആരോടാണ് തൻ്റെ കാര്യം സംസാരിക്കേണ്ടത്? നാട്ടിൽ ആരാ ഉള്ളത്? ശിവ ചോദിച്ചു. നാട്ടിൽ എൻ്റെ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. ഭർത്താവിൻ്റെ വീട്ടുകാരുമായി യാതൊരു കണക്ഷനുമില്ല. അവർ വിളിക്കാറില്ല. കാരണം ഭർത്താവിൻ്റെ സ്വത്ത് എനിക്ക് തരേണ്ടി വന്നാലോ? അങ്ങനെ ഒരു ഭയമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ അകറ്റി നിർത്തുന്നത്. കുട്ടികളും ഇല്ലല്ലോ, സുമിത്ര പറഞ്ഞു. നമുക്ക് എന്തിനാടോ ഇതിന് മാത്രം സ്വത്ത്? പോകുമ്പോൾ ഇതും വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. മടിയിൽ കനമുണ്ടെങ്കിൽ ഓടാൻ പ്രയാസമായിരിക്കും. എപ്പോഴാ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, ശിവറാം തമാശയോടെ പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചാണ് ഫ്ലാറ്റിലേക്ക് പോയത്. അവിടെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സുമിത്രയുടെ മുഖത്ത് വല്ലാത്തൊരു ചമ്മലുണ്ടായിരുന്നു. വളരെ ഉത്സാഹത്തോടെയാണ് ശിവറാം ഫ്ലാറ്റിലേക്ക് കയറി ചെന്നത്. അപ്പോഴാണ് എല്ലാവരും ആകാംക്ഷയോടെ ടി വിയുടെ മുമ്പിലാണെന്ന് മനസ്സിലായത്. എന്താണ് എല്ലാവരും ഇത്ര ആകാംക്ഷയോടെ കാണുന്നത്? അവരുടെ മുഖത്തെ ആകാംക്ഷയും ഭാവവ്യത്യാസവും ഒക്കെ കണ്ടപ്പോൾ ശിവറാം വേഗം ടി വിയിലേക്ക് ശ്രദ്ധിച്ചു. അതിൽ ജാവേദിൻ്റെ യൂട്യൂബ് വീഡിയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ശിവറാം അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. വികാഞ്ച എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് ആ വീഡിയോ എടുത്ത് സംപ്രേഷണം ചെയ്യുന്നത്. ആ യൂട്യൂബ് നല്ല പരിചയമുള്ളതുപോലെ ശിവറാം ആലോചിച്ച് നോക്കി. പെട്ടെന്നാണ് അത് വിഷ്ണുവിൻ്റെ ആണല്ലോ എന്ന് വിചാരിച്ചത്. വിഷ്ണുവിൻ്റെയും കാഞ്ചനയുടെയും പേര് ചേർത്ത് തുടങ്ങിയതായിരുന്നു വികാഞ്ച. അതിലെ വിവരങ്ങൾ ഫ്ലാഷ് ന്യൂസായി കാണിക്കുന്നുണ്ടായിരുന്നു. ജാവേദിൻ്റെ തുറന്നു പറച്ചിലുകളായിരുന്നു അതെല്ലാം. കൂട്ടത്തിൽ രഞ്ജിനിയുടെ കൊലപാതകവും രഞ്ജിനിയുടെ മകളെ പീഡിപ്പിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. അത് വായിച്ച ശിവറാം ഷോക്കടിച്ചതുപോലെ നിന്നു. തൻ്റെ രഞ്ജിനി അപ്പം മരിച്ചതല്ലേ? അവളെ ആശുപത്രിയിൽ വെച്ച് കൊന്നതാണോ? ശിവറാമിന് നെഞ്ചിലൊരു വേദന വരുന്നത് പോലെ തോന്നി. അദ്ദേഹം നെഞ്ചിൽ മെല്ലെ കൈ അമർത്തി. വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. ശങ്കർ വേഗം എഴുന്നേറ്റ് ഏട്ടൻ്റെ അരികിലേക്ക് വന്നു. ഏട്ടാ, എന്തു പറ്റി? ചങ്കിന് വേദനയുണ്ടോ? ഏട്ടൻ എവിടെ ഇരുന്നേ? ശങ്കർ ശിവറാമിനെ സിറ്റിയിലേക്ക് ഇരുത്തി. ശാലിനി, ഇങ്ങോട്ട് വന്നേ, വേഗം വാ, ശങ്കർ അകത്തേക്ക് നോക്കി വിളിച്ചു. നമുക്ക് വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാം, താൻ വണ്ടി ഇറക്ക്, അവിടെ ഉണ്ടായിരുന്ന അവരുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. അപ്പോഴേക്ക് ശാലിനി വേഗം അങ്ങോട്ട് വന്നു, പിന്നാലെ കത്രീനയും. ശാലിനി വേഗം ശിവറാമിനെ പരിശോധിച്ചു. ബിപിയും പൾസും ഒക്കെ നോക്കി. അതിനുശേഷം അവൾ അദ്ദേഹത്തിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോഴേക്കും സുമിത്രയും ഫ്ലാറ്റിലേക്ക് വന്നു. നമുക്ക് വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം, അതാ നല്ലത്. അവിടെയാകുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടല്ലോ, കത്രീന ആവലാതിയോടെ പറഞ്ഞു. അവർ വേഗം തന്നെ ആശുപത്രിയിലേക്ക് പോയി. സുമിത്രയും ശാലിനിയും ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് തന്നെയാണ് അവർ അദ്ദേഹത്തെ കൊണ്ടുപോയത്. ശാലിനി സർജറി വിഭാഗത്തിലും സുമിത്ര ഗൈനക്കോളജിയിലുമായതുകൊണ്ട് അവരുടെ സഹപ്രവർത്തകനായ ഫിസിഷ്യനോട് വിളിച്ച കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ വേഗം കാഷ്വാലിറ്റിയിലേക്ക് വന്നു. സുമിത്രയും ശാലിനിയും അവരുടെ കൂടെ കയറി. ബാക്കി എല്ലാവരും പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സുമിത്ര ശിവറാമിൻ്റെ അരികിൽ നിന്ന് മാറിയതേയില്ല. അവൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളെ ആരെങ്കിലും കളിയാക്കുമോ, ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുമോ എന്നോ ഒന്നിനെപ്പറ്റിയും അവൾ ചിന്തിച്ചില്ല. ECGയും രക്തപരിശോധനയും എല്ലാം നടത്തിയതിനു ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന് കാര്യമായി എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടുണ്ടായതാണ്. ഇപ്പോൾ കുഴപ്പമില്ല, അല്പസമയം വിശ്രമിക്കട്ടെ, മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ വിവേക് പറഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കാണാൻ സാധിക്കുമോ ഡോക്ടർ? കത്രീന ചോദിച്ചു. അതിനെന്താ, പോയി കണ്ടോളൂ. കത്രീന അകത്തേക്ക് ചെന്നപ്പോൾ സുമിത്ര ശിവറാമിൻ്റെ അരികിൽ ഇരിപ്പുണ്ട്. അപ്പോഴും അവൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പിന്നെ മോളെന്തിനാ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കത്രീന ചോദിച്ചു. ഇല്ലമ്മേ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെറുതെ എനിക്ക് കരച്ചിൽ വന്നു. അതെന്താണെന്നറിയില്ല. ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു ഡോക്ടറാണെന്ന കാര്യം മറന്നുപോയി. കത്രീന അവളെ ആശ്ലേഷിച്ചു. നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് ഈ അമ്മച്ചി നടത്തി തരും. നിന്നെപ്പോലെ ഒരു ഭാര്യയാണ് അവൻ ആവശ്യം. നിന്നിലൂടെ വേണം അവൻ അവൻ്റെ സങ്കടങ്ങൾ മറക്കാൻ. എല്ലാത്തിനും മോൾ അവൻ്റെ കൂടെ ഉണ്ടാവണം. ഇനി അമ്മയ്ക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാം. ഇവൻ്റെ കാര്യം ഓർത്തായിരുന്നു എൻ്റെ ആദ്യം മുഴുവൻ. ഇപ്പോഴാണ് അമ്മച്ചിക്ക് സമാധാനമായത്. കത്രീന ശിവൻ്റെ നെറുകയിലൊന്ന് തലോടിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശാലിനി സുമിത്രയുടെ അരികിലേക്ക് ചെന്നു. എന്താ ശാലിനി പെട്ടെന്ന് സംഭവിച്ചത്? ശാലിനി നടന്ന കാര്യങ്ങളെല്ലാം സുമിത്രയോട് പറഞ്ഞു. അപ്പോൾ മോളെ ഉപദ്രവിച്ചതും രഞ്ജിനിയെ കൊന്നതുമെല്ലാം റാവുത്തറിൻ്റെ ആളുകളാണല്ലേ? അവനൊരു ദുഷ്ടനാ. നോക്കുമ്പോൾ എല്ലാവർക്കും സഹായി എന്ന് വിചാരിക്കും. ആ ദുഷ്ടനാണ് എൻ്റെ ഭർത്താവ് മരിക്കാൻ കാരണം, സുമിത്ര പറഞ്ഞു.
നിനക്ക് അയാളെ അറിയോ? എങ്ങനെ അറിയാവുന്നേ? എന്താ ശരിക്കും സംഭവിച്ചേ? ശാലിനി ചോദിച്ചു. നിനക്കറിയാലോ, എൻ്റെ വീട് വൈക്കത്താ. അവിടെ അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബമായിരുന്നു. അച്ഛൻ കൃഷിക്കാരനാണ്, അമ്മ അഡ്വക്കേറ്റ്. അച്ഛൻ അല്പം രാഷ്ട്രീയത്തിലും കമ്പമുണ്ടായിരുന്നു. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ അച്ഛൻ പരിഹരിച്ചു കൊടുക്കും. ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ അവിടുത്തെ വില്ലേജ് ഓഫീസറായിരുന്നു വേണുവേട്ടൻ. അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തായി വൈക്കം കായലിൻ്റെ തീരത്ത് കുറേ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഏകദേശം 50 കുടുംബത്തോളമുണ്ട്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അവർക്ക് കിട്ടിയ മണ്ണാണ്. പിന്നീട് സർക്കാർ അവർക്ക് പട്ടയം നൽകി. അവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമൊക്കെ അച്ഛൻ സഹായിക്കുമായിരുന്നു. ഒരു ദിവസം റാവുത്തറിൻ്റെ ആളുകൾ അവിടെ വന്നു. അവിടെ പ്രളയഭീഷണിയുള്ള സ്ഥലമാണെന്നും അവിടെ അവർക്ക് താമസിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് അയാൾ മറ്റൊരു സ്ഥലം അവർക്ക് നൽകി അവരെ പുനരധിവസിപ്പിക്കാമെന്നുമായിരുന്നു അയാളുടെ തീരുമാനം. അവിടെയുള്ളവർ ആ മണ്ണിൽ ജീവിച്ചവരാണ്. അവർക്ക് അവിടെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. റാവുത്തറിൻ്റെ ആളുകൾ അവരെ ഭീഷണിപ്പെടുത്താനും ശല്യം ചെയ്യാനും തുടങ്ങി. അയാൾ എന്തൊക്കെ തിരിമറി നടത്തി ആ സ്ഥലം അയാളുടെ പേരിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്ന് എനിക്കറിയില്ല. അച്ഛന് വേണുവേട്ടനെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായി അച്ഛൻ വില്ലേജ് ഓഫീസിലേക്ക് പോയി. അപ്പോഴാണ് അവർ വില്ലേജ് ഓഫീസറെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്നറിഞ്ഞത്. റാവുത്തറിൻ്റെ പിടിപാടും സ്വാധീനവും ശക്തമായിരുന്നു. വേണുവേട്ടനും അച്ഛനും ജനങ്ങളുടെ പക്ഷത്താണെന്ന് റാവുത്തറിൻ്റെ ആളുകൾ അറിഞ്ഞു. അയാൾ കള്ളക്കേസ് കൊടുത്ത് വേണുവേട്ടനെ ജയിലിലാക്കി. തുടരും.